ഹലോ, വെൽക്കം ടു ആദി വിത്തമ്മ. ഇന്ന് പിജൻ ഫോർജ് എന്ന ടെന്നീസിയിലുള്ള സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു 3 ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ക്യാബിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടത് ഒരേപോലത്തെ ഒരുപാട് ക്യാബിൻ പണിതിട്ടുണ്ട്. ഒരു ക്യാബിൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഒരു വുഡനായിട്ടുള്ള ഒരു വീടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ക്യാബിൻ ടൂറാണ്. നമ്മൾ താമസിക്കുന്ന ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇതെല്ലാം നമ്മളിങ്ങനെ കയറി വരുന്നു. കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് 2 ക്യാബിൻസ് ഉണ്ട്. കണ്ടോ, ഫോൾ ആയതിൻ്റെ കളേഴ്സൊക്കെ, ഫോൾ സീസണിൻ്റെ ഇലകളുടെയൊക്കെ കളേഴ്സ് മാറിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ ഒരു 1 വീക്ക് കൂടെ കഴിയണം ഫുൾ കളർ ആകാനായിട്ട്. 1.5 വീക്ക് എടുക്കും. എങ്കിലും കളേഴ്സൊക്കെ ചേഞ്ച് ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ചില മരങ്ങൾക്കൊക്കെ നല്ല കളേഴ്സ് ഉണ്ട്. കളേഴ്സ് ആ ഒരു ലീവ്സൊക്കെ ഒരു യെലോയിഷ് ഓറഞ്ചിഷ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയൊരു ഞങ്ങളുടെ ക്യാബിൻ ടൂറ് പെട്ടെന്നൊന്ന് കാണിക്കാം. ഇത് നമ്മളിങ്ങനെ ഒരു വരാന്ത പോലെയാണ്. കയറുന്ന സ്ഥലത്ത് ഇത് കണ്ടോ ആദ്യം നിൽക്കുന്നത്. ആദിയുടെ ഫ്രണ്ട് റയാനുമായിട്ട് ഭയങ്കര കളിയാണ്. നമ്മൾ 3 ഫാമിലിയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇത് കയറി വരുന്ന റൂമാണ്. കയറി വരുന്ന റൂമിൽ നമുക്ക് TV ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കിച്ചണുണ്ട്, ചെറിയ കിച്ചണുണ്ട്. അപ്പം ഞങ്ങൾ ഇതൊരു ഇച്ചിരി ഒരു അകത്തോട്ട് കയറിയാണ് ക്യാബിൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് നമ്മൾ കുറച്ച് ബ്രെഡ്, ക്രോസന്റ്, ജ്യൂസസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ് ഉള്ളത്. ഇത് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിന് ഇവിടെ ഒരു ജക്കൂസി ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്നൊരു റെസ്റ്റ് റൂം ഒരു ചെറിയ റെസ്റ്റ് റൂമാണ്. ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഒരു സാധാരണ പോലെ റെസ്റ്റ് റൂം. ഇവർക്ക് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ കുക്ക് ചെയ്യാനായിട്ടും സ്റ്റോർ ചെയ്യാനായിട്ടും ഒക്കെയുള്ള കുറച്ച് പാത്രങ്ങൾ, ഗ്ലാസസ്, കപ്സ്. ഇതിൽ നമ്മൾ ഫുഡായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ഒരു പ്രോപ്പർട്ടി തന്നെ അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലത്തെ തന്നെ ഒരു ബെഡ്റൂമും കൂടെ ഈ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. അപ്പോൾ സെയിം ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇത് കണ്ടോ, ഫുൾ വുഡനാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല രസമാണ് ഇവിടെ വന്നിങ്ങനെ താമസിക്കാൻ, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ. ഇവിടെ ഈ മുകളിൽ ലിവിങ് റൂമിൻ്റെ താഴത്തെ ലിവിങ് റൂമിൻ്റെ സ്ഥലത്ത് മുകളിൽ അതുപോലെ തന്നെ ഒരു സ്പേസ് ആണ്. ഒരു ഗെയിം ഏരിയ ആക്കിയിരിക്കുകയാണ് ഇവർ. ഒരു പൂൾ ടേബിളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയും 2 ബെഡ്റൂമാണുള്ളത്. ഇവിടുത്തെ ബെഡ്റൂമിന് ജക്കൂസി അകത്തില്ല. അതിന് പകരം ഇവിടെ നമുക്ക് പുറത്തോട്ട് ബാൽക്കണിയിൽ ഇറങ്ങാൻ പറ്റുമ്പോൾ ബാൽക്കണിയിലാണ് ഒരു ജക്കൂസി ഉള്ളത്. ഇത് കണ്ടോ, മൃഗങ്ങളൊന്നും വന്ന് ചാടാതിരിക്കാൻ, വന്ന് കയറാതിരിക്കാൻ വേണ്ടി നെറ്റൊക്കെ ഇട്ട് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ബാൽക്കണിയിൽ ഇവിടെ ഒരു ജക്കൂസി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണിച്ച ബെഡ്റൂമില്ലേ അതുപോലത്തെ തന്നെ ഒരു ബെഡ്റൂമും കൂടെ ഈ നിലയിലുണ്ട്. ഇതാണ് ഈ ഒരു ക്യാബിൻ്റെ ഹൈലൈറ്റ്സ്. ഈ ഒരു ക്യാബിനെ പറ്റി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും കാണാം.
ബൈ.